തിരുവനന്തപുരം മുട്ടത്തറയിൽ തനിച്ച് താമസിക്കുന്ന വയോധികയുടെ വീട്ടിലേക്ക് കടപുഴകി വീണ മരം മുറിക്കാൻ ഫയർഫോഴ്സ് എത്തിയിരിക്കുകയാണ്. താങ്ക് യു ഫയർഫോഴ്സ്. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ അവരും എത്തിയിരിക്കുന്നത്. അഷിൻ ഡിയേഗോ, ഫയർഫോഴ്സ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ കാര്യം നടക്കും. സുജ, തീർച്ചയായും ഏറെ ആശ്വാസകരമാണ് ശ്യാമളയ്ക്കും നമുക്കും എന്നുള്ളത്. കാരണം ഇപ്പോൾ ഫയർഫോഴ്സ് തന്നെ ഇവിടെ എത്തി മരം മുറിക്കാനുള്ള പ്രവർത്തികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു ഭാഗത്തു നിന്ന് ഇത് വെട്ടിമുറിച്ച് തുടങ്ങിയിരുന്നു. അതിനുശേഷം ശിവസേന പ്രവർത്തകരടക്കം ഇവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് തന്നെ നേരിട്ട് ഇവിടെ എത്തി മരം മുറിക്കാൻ ഇപ്പോൾ ഒരുക്കങ്ങൾ നടത്തുന്നത്. ഒരു ഭാഗത്തു നിന്നായി തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മരം മുറിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. നേരത്തെ നമ്മുടെ ഈ വാർത്ത കണ്ടതിന് ശേഷമാണ് എല്ലാവരും ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ്. 8 ദിവസം പിന്നിട്ട ശേഷമാണ് ഈ മരം മുറിക്കാനുള്ള നടപടികൾ തുടങ്ങുന്നത്. ഞാനും ഇന്ന് രാവിലെ ആണ് ഈ മരം വീണത് എന്ന് കരുതിയാണ് ഇവിടേക്ക് എത്തുന്നത്. പിന്നീടാണ് അറിയുന്നത് 8 ദിവസമായി ഈ വയോധിക ഈ വീട് ഇടിഞ്ഞ് താഴെ, ഈ മരം കടപുഴി കിടക്കുന്ന വീടിന് താഴെ ഭയത്തിൽ ജീവിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതും തുടർന്ന് ഇത്രയും വലിയൊരു ഇടപെടൽ ഉണ്ടായതിലും എന്തായാലും നമുക്കും സന്തോഷിക്കാം. ശ്യാമളയുടെ ദുരിതത്തിന് ഒരു അറുതി ഉണ്ടാകുന്നു. ഫയർഫോഴ്സ് തന്നെ എത്തി ഇപ്പോൾ മരം മുറിച്ച് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത്രയും ദിവസമായിട്ട് ഈ മരം ഇവിടെ കിടക്കുന്നത് അവരെ ആരും അറിയിച്ചിരുന്നില്ലേ? നമ്മളിപ്പോൾ തത്സമയം ദൃശ്യങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാത്രമാണോ അവർ വിവരം അറിഞ്ഞത് എന്നതുകൂടി ഒന്ന് ചോദിച്ചാൽ നന്നായിരിക്കും. സുജിയ, തീർച്ചയായും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സാർ, ഇപ്പോൾ ഈ മരം ഇവിടെ വീണ് കിടക്കാൻ തുടങ്ങിയിട്ടേ 8 ദിവസമായി. 8 ദിവസമായിട്ട് നിങ്ങൾ ആരും ഇത് അറിഞ്ഞില്ല? ഇന്ന് അറിഞ്ഞുള്ളൂ. നേരത്തെ നിങ്ങളെയൊക്കെ അറിയിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. ഇല്ല, ഫയർഫോഴ്സ് ഇന്നാ സംഭവം അറിയണേ. ഫയർ റെസ്ക്യൂ ഇപ്പോൾ രാവിലെ നമ്മൾ എത്തിയിരുന്നു. അപ്പോൾ എത്തിയപ്പോൾ ഭയങ്കര ശക്തമായ മഴയായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ 1-2 സ്ഥലങ്ങളിൽ റോഡ് ബ്ലോക്കായിട്ട് മരം വീണതുകൊണ്ട് അവിടെ അത്യാവശ്യമായിട്ട് പോവേണ്ടി വന്നു. ആ മഴ സമയത്ത് മുകളിലേക്ക് കയറാനുള്ള സാഹചര്യം ആയിരുന്നില്ല. ഞങ്ങൾ ഇന്നാണ് സംഭവം അറിയുന്നത്. രാവിലെ ഇങ്ങോട്ട് വരാൻ നേരത്തെ നിങ്ങൾ തടഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്, ഇങ്ങോട്ട് വെട്ടാൻ ഫയർഫോഴ്സ് വെട്ടാൻ നേരത്തെ തയ്യാറാണെന്ന് തന്നെ ഇവർ അറിയിച്ചിരുന്നു. പക്ഷേ കൗൺസിലറാണ് സമ്മതിക്കാത്തത് എന്നൊരു ആരോപണം. ഫയർ സ്റ്റേഷൻ അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. ഫയർ സ്റ്റേഷനിൽ അങ്ങനെ അറിയിപ്പ് കിട്ടിയിട്ടില്ല. ഫയർ റെസ്ക്യൂവിന് രാവിലെ അറിയിപ്പ് കിട്ടി. ആ സമയത്തിന് ഞങ്ങളിവിടെ വന്ന സംഭവത്തെ ആ സമയത്ത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു, ശക്തമായ മഴ കാരണം. മാത്രമല്ല ആ സമയത്ത് 3-4 കോൾ ഞങ്ങൾക്ക് വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അവർ പറഞ്ഞിട്ടേ പോയെ. ഞങ്ങൾ അതൊക്കെ മാറ്റിയതിന് ശേഷം മഴ മാറി ഞങ്ങൾ വന്നിട്ട് സാവകാശം ചെയ്തിരുന്ന പറഞ്ഞിട്ടാണ് പോയത്. അപ്പോഴാണ് പിന്നെ സന്നദ്ധ പ്രവർത്തകരൊക്കെ സഹായിക്കാൻ വേണ്ടി വന്നത്. സന്തോഷം. എന്തായാലും ഞങ്ങൾ പറഞ്ഞിട്ടാണ് പോയത്. ഞങ്ങൾ എത്താന്ന് പറഞ്ഞിട്ടാണ് പോയത്. സുജയ്, ഇവർ പറയുന്നത് ഇവർ ഇന്നാണ് അറിഞ്ഞത്. രാവിലെ തന്നെ ഇവിടെ വന്നിരുന്നു. ശ്യാമളയുടെ കാര്യങ്ങൾ ഫയർഫോഴ്സ് എന്തായാലും അവരിപ്പോൾ അത് ത്വരിതഗതിയിൽ ആ കാര്യങ്ങളൊക്കെ നീക്കുന്നുണ്ട്. ഫയർഫോഴ്സ് 8ാമത്തെ പക്കമാണ്, 8ാം ദിവസമാണ് ഈ വയോധികയുടെ വീടിന് മുകളിലേക്ക് മരം വീണത് അറിഞ്ഞത് എന്നുള്ളത്. നമ്മുടെ സംവിധാനങ്ങളിൽ ഈ മഴക്കെടുതി കാര്യങ്ങൾ നോക്കുന്നതിൽ കുറച്ചുകൂടി അറിയിപ്പുകൾ കൃത്യമായി എല്ലായിടത്തേക്കും എത്തുന്നതിനുള്ള സംവിധാനം നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ഒരു ആവശ്യകത ചൂണ്ടിക്കാട്ടാൻ മാത്രമാണ് ഞാനത് ചോദിച്ചത്. അഷിൻ, എന്തായാലും ഫയർഫോഴ്സ് എത്തിയതോടുകൂടി അവർ സുരക്ഷിതമായി ആ വീടിന്റെ മുകളിൽ, ആ വീടിന് കേടുപാടുകളില്ലാതെ ആ മരം നീക്കാൻ കഴിയും. സ്കിൽഡ് ലേബർ ആയി അവർക്കത് ചെയ്തു തീർക്കാൻ കഴിയും. ഇപ്പോൾ മറ്റുള്ളവരെയൊക്കെ മാറ്റി നിർത്തി പൂർണ്ണമായും ഫയർഫോഴ്സ് ഈ കാര്യങ്ങൾ ചെയ്യുകയല്ലേ അഷിൻ? സുജയ്, തീർച്ചയായും സന്നദ്ധ പ്രവർത്തകരുടെ അടക്കം സഹായത്തോടു കൂടിയാണ് ഫയർഫോഴ്സ് ഇപ്പോൾ ഈ മരം മുറിച്ച് മാറ്റാൻ ആരംഭിച്ചിട്ടുള്ളത്. കാരണം അതീവ അപകടാവസ്ഥയിലാണ് ഈ മരം ഉള്ളത് എന്നുള്ളതാണ്. ദൃശ്യങ്ങളിൽ അതിന്റെ ഭീകരാവസ്ഥ എത്രത്തോളം മനസ്സിലാകും എന്നെനിക്കറിയില്ല. 5 മരങ്ങളാണ് ഒരുമിച്ച് കടപുഴകി ഒരു ചെറിയ വീട്ടിലേക്ക് വീണിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അതീവ ജാഗ്രതയോടെ വേണം മുറിച്ച് മാറ്റാൻ, അല്ലെങ്കിൽ വീടിനും വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ എന്തായാലും ഒരു മുറിയിലേക്ക് ശ്യാമളയ്ക്ക് കഴിയുന്നുണ്ട്. ഈ ചോരാതെ ഒരു മുറിയിലെങ്കിലും ഇരിക്കാൻ കഴിയുന്നുണ്ട്. ഇനി സൂക്ഷിച്ച് ഇത് മരം മുറിച്ചില്ല എന്നുണ്ടെങ്കിൽ അതും ശ്യാമളയ്ക്ക് നഷ്ടമാകും. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടെയാണ് ഫയർഫോഴ്സ് ഇപ്പോൾ ഈ മരം മുറിച്ച് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും തീർച്ചയായും ഇടപെടലാണ് വാർത്ത. അഷിൻ ഡിയേഗോ, ശ്യാമള ചേച്ചിയിലേക്ക് ഒന്നുകൂടി പോയി നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. അഷിൻ ഡിയേഗോ, ഫയർഫോഴ്സ് കൂടി എത്തിയപ്പോൾ ശ്യാമള ചേച്ചിക്ക് ഒരു ആശ്വാസമായി കാണുമല്ലോ അല്ലേ? തീർച്ചയായും നമുക്ക് ശ്യാമള ചേച്ചിയോടൊന്നും ചോദിക്കാം. ചേച്ചി, ഇപ്പോൾ ഫയർഫോഴ്സും കൂടെ എത്തിയല്ലോ, സന്തോഷമായില്ലേ? വളരെ സന്തോഷമായി. നമ്മളുണ്ടാവും കൂടെ എന്ന് പറയൂ. വന്നിട്ട് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് അവർ പോയതായിരിക്കും. എനിക്കറിയത്തില്ല എന്താണ് പോയെന്നുള്ളത്, ഞാൻ അറിഞ്ഞില്ല. എന്തായാലും ഇതിപ്പോ മരം മുറിക്കുന്നവരെ നമ്മൾ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. വളരെ സന്തോഷം, വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇതിപ്പോ പേടിക്കാതെ ഇവിടെ കിടക്കാം. എന്നാലും വീട് ഒന്ന് പുതുക്കി പണേണ്ടി. ഇതിപ്പോ പല ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞില്ലേ? എല്ലാം പൊട്ടി അങ്ങോട്ട് അത്രയും അടക്കണം. ആ ഭാഗം മുഴുക്കുകയും പോയി. ഇനി മേളത്തിൽ എന്തായി വരുമല്ലോ. 8 ദിവസമായിട്ട് മുടങ്ങിക്കിടന്നാണല്ലോ ഇപ്പോൾ വളരെ പെട്ടെന്ന് നടക്കുന്നത്. പെട്ടെന്ന് നിങ്ങൾക്ക് നല്ല നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. അത്ര നിങ്ങൾ ചെയ്തു തന്നു. നിങ്ങൾ വന്നതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തി. അല്ലെങ്കിൽ ഇന്ന് ഞാനകത്ത് തന്നെ കിടക്കും. സുജി, അത് തന്നെയാണ് ശ്യാമള ചേച്ചി 1000 നന്ദി പറയുന്നുണ്ട്. പക്ഷേ
അശ്വിൻ, ഇവരുടെ ഒരു ഇതൊക്കെയാണ് അവസ്ഥ നമുക്ക് നമ്മൾ നമ്മുടെ ഒരു നേരിട്ട് മാധ്യമ കണ്ട് പ്രവർത്തനത്തിൽ മനസ്സിലാക്കിയതാണ്. നമുക്ക് ഞാൻ നേരത്തെ സന്തോഷിക്കാനുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. അശ്വിൻ, ഇതുപോലെയുള്ള വാർത്തകളിൽ ഇടപെടൂ, ആ ഇടപെടൽ തുടരൂ. ശ്യാമള ചേച്ചിയുടെ ആ വീടിന്റെ മുകൾ ഭാഗത്തേക്ക് വീണ 5 മരങ്ങളാണ്. 5 മരങ്ങളുടെ മരക്കൊമ്പുകളടക്കം അതിപ്പോൾ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അവർ വിവരമറിഞ്ഞ ഇന്നാണ്. അതുകൊണ്ട് തന്നെ അവർ ഉടൻ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. മറ്റിടങ്ങളിലുമൊക്കെ പോകേണ്ടതുകൊണ്ട് ചെറിയൊരു താമസം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നാണ് അവർ അറിഞ്ഞതെന്ന് പറയുന്നു. നമ്മുടെ ഫയർഫോഴ്സ് സംവിധാനങ്ങൾ നോക്കൂ, അവർ എത്ര പെട്ടെന്നാണ് അതിലേക്ക് കടന്നിരിക്കുന്നത്. അറിയിച്ചു കഴിഞ്ഞാൽ അവർ ഓടിയെത്തും. അറിയിക്കാനുള്ള താമസമുണ്ടായത് അത് കൗൺസിലർ അടക്കം വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ഇടപെടലാണ് വാർത്ത എന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തനത്തിൽ ഇതുപോലെയുള്ള അരികു ജീവിതങ്ങളെ ചേർത്ത് നിർത്തുന്നതാണ് ഏറ്റവും കാതലായ മാധ്യമധർമ്മമെന്ന് ഞങ്ങൾ കരുതുന്നു. അത് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. അതാണ് റിപ്പോർട്ടർ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ്.